കുഴപ്പമായല്ലോ മൂപ്പ. ഈ കപ്പൽ കൊച്ചിയിൽ 3 ദിവസം കൂടിയേ നിൽക്കുന്നത് മുതലാളി ഇന്നലെ പറഞ്ഞില്ലേ? ഞാൻ എന്ത് ചെയ്യും? നല്ല വർത്താനം പറയാൻ ചെന്നപ്പോ ഞമ്മടെ നെഞ്ചത്തേക്കാ ബാച്ചില്. വ്യവസ്ഥയില്ലാത്തവര്. ഷിപ്പിംഗ് ബില്ല് കിട്ടിയിട്ട് ബാങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ ഗുലുമാലാവുമല്ലോ മൂപ്പ. ഭയങ്കര ടൈറ്റായ സമയമാണെന്ന് വേണോട്ടം പറഞ്ഞു. അതിന്റെ ഇടയിൽ ഈ അത്യാവത്ത് വരും അറിഞ്ഞിരുന്നെങ്കിൽ. മുതലാളി വരുന്നുണ്ട്. ഇവരറിഞ്ഞു. യൂണിയൻകാരെന്ത് പറഞ്ഞു മൂപ്പ? അവരും പറഞ്ഞു ഇത് വെറും കച്ചറക്കാരാ, സ്ട്രൈക്കല്ല. പക്ഷെ അവർക്ക് ഇടപെടാനും വയ്യ. അതല്ലേ തിരിച്ചില്. അവര് പറഞ്ഞ കണക്കനുസരിച്ചല്ലേ നമ്മൾ അന്ന് ഈ ടെമ്പററിക്കാരെ സെറ്റിൽ ചെയ്തത്. അത് അവര് സമ്മതിച്ചിരിക്കണ്. പക്ഷെ ഇവത്തെ കേൾക്കണ്ടേ? സുലൈമാൻ, കേളൂട്ടി അവരുടെയൊക്കെ സ്റ്റാൻഡ് എന്താ? അവരും പറഞ്ഞ ഇക്കൂട്ടർ കേൾക്കില്ല. ഒത്തുതീർപ്പാക്കി കൈയടിച്ച് കാശും വാങ്ങിപ്പോയി പകരെ തിരിപ്പിച്ച ആരാന്ന് ഞമ്മക്കറിയാം. ആരാ? നിങ്ങളുടെ കമ്മീഷൻ ഏജന്റായി നിങ്ങൾ കാറി കയറ്റി കുറെ കൊണ്ടുവരുന്ന ആള് തന്നെ. യൂണിയൻകാരനോട് സ്വകാര്യം പറഞ്ഞിരിക്കുന്നു. വർഗീസിനെ വേണുവേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തല്ലേ? അയാൾ ലോഹിയത്ത് പിരിഞ്ഞല്ലേ? പിരിഞ്ഞതല്ല, പതുക്കെ പിരിച്ചതാ. മൂപ്പം വാ. മധ്യസ്ഥം പറഞ്ഞ് കാശ് വാങ്ങി കൊടുത്ത അയച്ച യൂണിയൻ ലീഡർമാരാണല്ലോ. ഒരു വഴി അവരെന്നെ പറഞ്ഞു തരട്ടെ. രാജൻ ഈ ഓഫീസിലുണ്ടാവുമല്ലോ. കൊച്ചിയിൽ വിളിച്ച് പറ, ലോഡെത്തും എങ്ങനെയെങ്കിലും. മൂപ്പം പറഞ്ഞവരെവിടെ? കാണുന്നില്ല. അവരും വലിഞ്ഞു എന്നാ തോന്നണേ. ആ ക്ലീനർമാരോട് കാര്യം പറ. അവർക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. തടിയല്ലല്ലോ, സൈസാക്കിയ മരല്ലേ. ഒന്ന് സഹായിക്കും. ഇതൊന്ന് കയറ്റാൻ കൂടിത്താ. നിങ്ങൾക്ക് എന്താ വേണ്ട തരാം. മോലാലി ഏറ്റിക്കണം. ശരി, വാ. അച്ചറയും കുലുമാലും ഉണ്ടാക്കാതെ പോ മക്കളെ. നാളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓടിച്ചെല്ലേണ്ട ആളാത്. കേട്ടാ യൂണിയൻകാർ സമ്മതിച്ചിട്ടുമുണ്ട്. രാജനല്ലേ? ഇനി ആരിത് മൂപ്പനാണ്. എന്താ ഉണ്ടായേ? മൂപ്പം വിളിച്ചപ്പോ ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ട്. അവരെവിടെ? എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. ലോഡ് പോയി, അത്ര തന്നെ. മൂപ്പ സമാധാനമായി പോയി കിടന്നോളൂ. ശരി. വേണുവേട്ടൻ എന്തെങ്കിലും പറ്റിയോ?
ഹേ ഇറ്റ് വാസ് ആൻ എക്സസൈസ്. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വാ. എനിക്കത് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് സ്വിമ്മിംഗ് പൂൾ, ഇത് ലോൺ, ഇവിടെ പാർട്ടി മീറ്റിംഗ് ഒക്കെ നടത്താനുള്ള ഹാൾ. മാനേജിംഗ് പാർട്ണർ ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. വേണുവേട്ടൻ പറയുന്നിടത്തൊക്കെ ഒപ്പിടുന്നു എന്നതിൽ കവിഞ്ഞ് എനിക്കൊരു സംഗതി അറിയില്ല. ഇവിടൊക്കെ ഒരു സ്റ്റാർ ഹോട്ടൽ നടക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ വേണുവേട്ടൻ എന്തൊക്കെയാ സ്കീമുണ്ട്? ഇല്ല, വരും. ടൈമൊന്നും പറഞ്ഞിട്ടില്ല. വെയിറ്റ് ചെയ്യാൻ പറയും മേരി. വരും, ടൈം അറിയില്ല. യു ക്യാൻ വെയിറ്റ്. ഉണ്ടാവാൻ ചാൻസ് ഉള്ള നമ്പറിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യ്. ബോംബെയിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു മാത്രം പറഞ്ഞാൽ മതി. ഹസൻ ആളെ കിട്ടിയ ബാക്കിക്കാർ ഞമ്മളെ സംസാരിച്ചോളാം. വരുമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. എത്ര നേരം? സ്ഥിരമായി പോകുന്ന നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചു നോക്കി. ആളുകളെ പേടിപ്പിക്കില്ലേ അസംബായി? ബെഡാ ഓഫീസ്, ബെഡാ മക്കാൻ, ബെഡാ സാബോ ഹേ ഭായ്. ബഡാ സാബുമാര് നിങ്ങൾ ബോംബെക്കാരല്ലേ അസംബായി? ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. മേരി ഗെറ്റ് സം ടീ. വാ. ബോംബെയിൽ വരുമ്പോ നമ്മളെയൊന്നും അന്വേഷിക്കണേ ഇല്ലല്ലോ വേണു. ബോംബെയിൽ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ബായ്. ഓപ്പറേഷനൊക്കെ ഇപ്പൊ ഗുജറാത്തിലാന്ന് കേട്ടല്ലോ. ഗോവ ഗുജറാത്തൊക്കെ നോക്കി, ഗുണം പോരാ. ഓ, ചിത്തുഭായി ഇന്ന് മംഗലാപുരത്തെത്തും. നാളെ ഇവിടെ വേണുവിനെ കാണേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അഡ്വാൻസ് ആയി നമ്മളിങ്ങനെ അയച്ചതാ. അയ്യോ, നാളെ വെളുപ്പിന് ഞാൻ കൊച്ചിയിലേക്ക് പോകും. അവിടെ നിന്ന് നേരെ ഡൽഹിക്ക്. ഒരു സർക്കാർ കാര്യം. നമ്മുടെ MP അതിനുവേണ്ടി മാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച. ദാ ഓക്കെ, ടിക്കറ്റ് ഉണ്ട്. ജിത്തുഭായി എവിടെ കിട്ടും? ഞാൻ സംസാരിക്കാം. എഞ്ചിനീയർ നരേഷ് എന്റെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഞാൻ ആദ്യം വിചാരിച്ച് അതേ ചായ. പെട്ടെന്ന് മാറിപ്പോവും. ശിവേട്ടന്റെ അനിയൻ ഇപ്പൊ എന്റെ കൂടെ. ശിവേട്ടൻ അസംബായിയുടെ ഒക്കെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ബോംബെയില് ഹോട്ടല്, ലോറി, അങ്ങനെ പല ബിസിനസ്സും ഉണ്ട് അസംബായി. ഒരു അനുജൻ കോളേജിൽ പോണെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ട്. ഞാനൊന്ന് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് വിളിക്കാമെന്ന് പറയുന്നു നരേഷിനോട്. ഈ ലെറ്റേഴ്സ് ഒന്ന് നോക്ക്. വരൂ അസംബായി. അത്യാവശ്യം വല്ലതുണ്ടെങ്കിൽ ഞാൻ ക്ലബിലോ ഹോട്ടൽ സീ ഫേസിലോ ഉണ്ടാവും. ഓ, ഏട്ടന്റെ ക്ലോസ് ഫ്രണ്ട് എന്നല്ല ഞാൻ അവനോട് പറയേണ്ടിരുന്നത്. പഴയ കഥ വിടുമായി. ആളുഷാറായി പോയി. എല്ലാ ദിക്കിലും നല്ല ഹോൾഡ്, നല്ല ഇൻഫ്ലുവൻസ്. ഒരു ചെറിയ നഗരത്തിലാവുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. അതിലപ്പുറം ഒരു ഇൻഫ്ലുവൻസും ഇല്ല ഭായി. മാറ്റം വന്ന ഒരു ഓഫീസർ വലിയ കമ്പനിയാന്ന് പറഞ്ഞ്. ആര് പറഞ്ഞു? അതൊക്കെ നമുക്ക് വിവരം കിട്ടൂലേ. പഴയ ഒരു വണ്ടി നിസ്സാര പൈസക്ക് കൊടുത്ത ആളിപ്പോ സൂപ്രണ്ടല്ലേ. നമുക്ക് അവരായിട്ടൊക്കെ ഒന്ന്. അല്ല, എല്ലാ ഞായറാഴ്ചയും ചീട്ടുകളി സെറ്റില് പുതിയ ഓഫീസർ വരാറില്ലേ? അങ്ങനെ എളുപ്പത്തിൽ പോക്കറ്റിലാക്കാൻ പറ്റുന്നവരല്ല ഇവരൊന്നും. ഇത് നിങ്ങളുടെ ബോംബെ അല്ല ഭായി. വരൂ, വേറെ വല്ല കഥകളും പറഞ്ഞിരിക്കാം. അതിന് റെഡി. ചെറിയ കാര്യമല്ല ഭായി. ഡൽഹി നമ്പർ അറിയില്ല. മിക്കവാറും MP ക്വാർട്ടേഴ്സിലാവും. അതെ, സോറി. അസംബായോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോറി. ബോംബെയിലെ പോലെ ഇവരെ അങ്ങനെ എളുപ്പം വിലക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഭായി. സോറി. ഞാൻ നാളെ ഒന്ന് നാട്ടിൽ പോയാലോ എന്ന്. ഇരിക്കെ. നാളെ ഞാനും ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ബോംബെ പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഡൽഹിക്ക് പോകുന്നു എന്നാണ് ഒരു കളവ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ കാര്യമൊന്നുമില്ല. മുത്തശ്ശന്റെ ശതാഭിഷേകം. അമ്മയുടെ അച്ഛന്റെ. 83 വയസ്സായി. പക്ഷെ ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. വേണോട്ടം കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ അധിക സമയം ഇരുന്നില്ലല്ലോ. ഇല്ല, കണ്ടിട്ടില്ല. അച്ഛനെ മുറ്റത്തേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു വേഗം പോന്നു. മരിച്ച വിവരം അറിയിക്കുന്ന ജോലി അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. ഹലോ ഹലോ നമ്പ്യാർ. ഓഫീസിൽ വന്നത് ആരൊക്കെ വന്നിരുന്നു? എന്താ വിശേഷിച്ച്? അതല്ല, ഒരു ബോംബെ പാർട്ടി. ഓ വന്നിരുന്നു. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോ പുള്ളിയുടെ ഒരു ഹോട്ടലുണ്ട്.
അവിടെ നിന്ന് കുറേക്കാലം ചാപ്പാട് കഴിച്ചിട്ടുണ്ട്. ഉവ്വ്, ആ പരിചയമുണ്ട്. ഹോട്ടല്, ട്രാൻസ്പോർട്ട് അതറിയില്ല നമ്പ്യാർ. എന്നോടെന്ത് ഡിസ്കസ് ചെയ്യാൻ? ഓക്കെ, ഞാൻ 4-5 ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, വന്നിട്ട് വിളിക്കാം. ഇത് വേറൊരു ശല്യം. വേണുവേട്ടനോടും വരാൻ നിർബന്ധിക്കണമെന്നുണ്ട് അച്ഛന്റെ കത്തില്. വേണുവേട്ടൻ എവിടേക്കാ യാത്ര? നിശ്ചയിച്ചിട്ടില്ല. അണ്ടർഗ്രൗണ്ട്. അവ ഡ്രിങ്ക്. എന്നാൽ അങ്ങോട്ട് പോവാന്നേ. ഒറ്റ ആളും അവിടെ തെരഞ്ഞു വരില്ല. അച്ഛനും എല്ലാവർക്കും വേണുവേട്ടൻ അവിടെ നിന്ന് വരുവാച്ചാൽ പണ്ട് വന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കട്ടെ. ഏതായാലും ഇവിടെ നിന്ന് കിടക്കാൻ നിശ്ചയിച്ചു. ഇവര് സ്വൈര്യം തരില്ല. ശരി, അവിടെ കയറി അച്ഛനെ ഒന്ന് കണ്ടു പോവാം. രാജമാമ വന്നിട്ടുണ്ട്. കാറിലാ. അമ്മാമ്മ വേഗം വരാൻ പറഞ്ഞു. വൈകുന്നേരത്തെ വണ്ടിക്കാ വരാന്നല്ലേ എഴുതിയിരുന്നത്? അല്ല, ആരെ പറഞ്ഞിരുന്നു അങ്ങനെ? ഓഹോ, പരിപാടികളൊക്കെ അപ്പോപ്പ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടല്ലേ. ഹോം സയൻസിൽ MSc തുടങ്ങണോ? അവിടെ പ്രോവിഡൻസിൽ നിന്ന് ആരോ പറഞ്ഞപ്പോ എഴുതിയിരുന്നു. അന്വേഷിക്കാൻ. നീ ഇങ്ങോട്ട് വാ, സംശയങ്ങളൊക്കെ നേരിട്ടെന്ന് ചോദിക്കാലോ. നാടടിച്ച് ക്ഷണിച്ചിട്ടുണ്ടോ മാലേച്ചി? മുത്തശ്ശന്റെ ഒരു ആഗ്രഹമല്ലേ, നടത്തിയില്ലെന്ന് വേണ്ട. നമ്മള് സന്ധുബന്ധുക്കൾ ഉണ്ടാവും, അത്ര തന്നെ. ഗ്ലാസ്സിലാക്കണോ? വേണ്ട. എനിക്ക് വേണ്ട. രാജന് കൊടുക്കും. എന്നെ ആരും പിടിക്കൊന്നും വേണ്ടെന്നേ, ഞാൻ നടന്നോളാം. മുത്തശ്ശ, ഇതാണ് വേണുവേട്ടൻ. കുട്ടികൾ പറയാറുണ്ട്, എന്തോ നിങ്ങളുടെ ചിലരുടെ നല്ല മനസ്സുകൊണ്ട് ഇവിടെ അച്ചാലും പിച്ചാലും നടന്നിരുന്ന ഇവൻ ഒരു വഴിക്കായി എന്നൊരു സമാധാനമുണ്ട്. മുത്തശ്ശന് വേണോ? വേണ്ട, ഞാനുണ്ട്. ഒരു 11-11:30 എനിക്ക് വിശക്ക്. അച്ഛാ, ആ TV-യിൽ ഒരു റൂം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. ആ TV-യിലോ? നിനക്ക് പ്രാന്ത. ഇവിടെ ഒരു അസൗകര്യമില്ല. ടൗണിലെ മാതിരി കേമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും മുകളിലെ തെക്കറിയിൽ നല്ല കാറ്റുണ്ട്. ഓവർ നന്നാക്കിയിരിക്കണു. ആ എഴുത്തച്ഛാ, കാറിന് ആ പെട്ടി സാധനങ്ങൾ എടുത്തോളൂ. ഈ സൗകര്യം പോരെന്ന് വേണമെങ്കിലൊന്ന് കയറി നോക്കാം. അയ്യോ, സൗകര്യം പോരാന്ന് വെച്ചിട്ടല്ല, വിരുന്നുകാരും തിരക്കുമൊക്കെ ആവുമ്പോ. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല. ഒരു ഭഗവതി സേവയുണ്ട്. രാവിലെ ഗണപതി ഹോമവും അതിനും പറഞ്ഞിട്ടില്ലേ? ഉണ്ണാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ഉണ്ടാതൊന്ന് കിടക്കണം. കിടന്നോളൂ, ഞാനിവിടെ ഉണ്ടാവും. ഓ കിടന്നോട്ടെ. കാഴ്ചക്ക് ഇപ്പോഴും ഒരു മംഗലമില്ല. പേപ്പർ മുഴുവൻ വായിക്കും. ചെവി അസാരം പതുക്കുക. വല്ല കുറ്റോ കുറവോ പറയാച്ചാൽ അത് നമ്മൾ പിറുപിറുത്താ കൂടെ കേൾക്കുകയും ചെയ്യും. അടുക്കളയിലാരാ? ആ പണി കഴിച്ചിട്ട് വാ, എന്നിട്ട് വിസ്തരിച്ച് സംസാരിക്കുക. ആളെവിടെയും പോവില്ല. പണ്ട് വന്നപ്പോ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് ഇവക്ക് എന്നും ഈർഷ്യലുണ്ടായിരുന്നു. എടാ, നിനക്ക് ഞാൻ 2 കത്തയച്ചതിനും മറുപടിയില്ല. വേറെ ചിലർക്ക് റെഡിക്ക് മറുപടി. കാർ വിളിച്ചു വന്നത് എന്തിനാപ്പോ? ഞങ്ങളെയൊക്കെ ഒന്ന് ഞെട്ടിക്കാനോ? സിംഗപ്പൂരും ദുബായിലും ഒന്നും അല്ലല്ലോ. 6 മാസം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് മലമറിക്കണ ഉദ്യോഗാടാ എനിക്ക്? അത് ഇവിടെ ചോദിച്ചു. പണിയെടുപ്പിക്കണം മുതലാളി തന്നെ വന്നിരിക്കണു. ഇത് ചേച്ചി. ഇവർക്ക് കുളിക്കാൻ പോകുമ്പോ തുണ പോയിരുന്ന ആ പഴയ ചെക്കൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്നാണ് വിചാരം. ആ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, വേറൊന്നും വിചാരിക്കണ്ട. ശരീരം പോത്തോലായിട്ടെന്താ, ബുദ്ധി അവിടെ തന്നെ നിക്കല്ലേ. ഇവറ്റ രണ്ടും കണ്ടുമുട്ടിയ കടിപിടി തുടങ്ങി. അല്ല, കുളിക്കോ മറ്റോ വേണോ? വേണ്ട. വേണോട്ടാ, നമുക്ക് മുകളിലേക്ക് പോവാം.